ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് മാർഗവും, അല്ലെ? ലക്ഷ്യം നേടാനായിട്ട് ഏത് രീതിയിലുള്ള മാർഗവും സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ലക്ഷ്യം കാണാതെ പരാജയപ്പെടുന്നത്. താൻ ശരിയാണ് അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതൊക്കെ തെളിയിക്കുന്നതിന് മുമ്പ്, ലോകത്തിലുള്ള എല്ലാ പ്രതിഭകൾക്കും തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടിരുന്നു എന്ന സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. മാർട്ടിൻ ലൂതർ കിംഗ് പറഞ്ഞ പോലെ, നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിലോ നടക്കുക, ഇനി നടക്കാൻ കഴിയില്ലെങ്കിലോ ഇഴയുക. അങ്ങനെ മുൻപോട്ട് തന്നെ നീങ്ങുക. ചെയ്യുന്നത് എന്ത് തന്നെയായാലും ലക്ഷ്യം മുൻപോട്ട് പോവുക എന്നത് മാത്രമായിരിക്കണം. ലക്ഷ്യസ്ഥാനത്തെത്താൻ വല്ലാണ്ട് സമയമെടുക്കുമ്പോൾ, നമ്മൾ വല്ലാതെ നിരാശരായിരിക്കുമ്പോൾ ഈ ഒരു വാചകം ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ എത്തിക്കാൻ ഏറെ സഹായിക്കുന്നതാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് മൂലയിൽ നമ്മളെ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കും, ലക്ഷ്യപ്രാപ്തി നേടുകയും ചെയ്യും. ലക്ഷ്യത്തിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു ടാസ്ക് അല്ല. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും വിപരീത സാഹചര്യങ്ങളും എന്തു തന്നെ ആയിക്കോട്ടെ, അതിലെല്ലാം തന്നെ ഒരു സാധ്യതയുണ്ട്. അതിനെയെല്ലാം സാധ്യതകളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിജയം സുനിശ്ചിതം തന്നെയാണ്. അപ്പോൾ ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് നല്ല മാർഗത്തിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു കണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.